ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുർത്തി നെക്ക് ഡിസൈനാണ്. അതായത് പിൻടക്ക് വെച്ചിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റയോണിൻ്റെ മെറ്റീരിയലാണ്. റയോണിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കുർത്തി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഡിസൈന് എന്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെയാണ് നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ബാക്കി കുർത്തി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, പേപ്പർ ക്യാൻവാസാണ്. അപ്പോൾ അത് ഞാനൊരു 4.5 വീതിയിലാണ് മടക്കിയിട്ടുള്ളത്. അതിൽ ഞാൻ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3.25 എടുക്കുന്നത്. നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ എടുക്കുന്ന നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 5.5 അതും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ സ്ക്വയറാക്കി എടുക്കുക. ഇനി താഴത്തോട്ട് ഞാനൊരു 1/2 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തേക്ക് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് ഒരു വി ഷേപ്പിൽ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നെക്ക് റൗണ്ട് ആക്കുന്ന പോലെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടൊന്ന് ഇങ്ങോട്ട് സ്ലോപ്പി ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് ഒരു 1 ഇഞ്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ പിൻടക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കുർത്തീൻ്റെ കട്ടിങ് എല്ലാം അതും കഴിഞ്ഞതിൻ്റെ ശേഷം വരുന്ന പീസിലാണ് ഞാൻ ഈ ഒരു പിൻടക്ക് ഇടുന്നത്. അതായത് സ്ലീവ് കട്ട് ചെയ്യുക, ആദ്യം നമ്മൾ കുർത്തി കട്ട് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ബാലൻസ് വരുന്ന പീസുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പിൻടക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മളെല്ലാ പിൻടക്കിൻ്റെയും ഗ്യാപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ ഒരു ചെറിയ തുമ്പ് വിടുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ അടുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാതും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്ത ഈ ഒരു ഫാബ്രിക്കാണിത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇതിൻ്റെ മുകളിൽ നമുക്ക് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ സൈഡുകളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ കുർത്തീൻ്റെ ചീത്ത വശത്ത് ഈ ഒരു പാറ്റേൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ മറിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കുർത്തിക്ക് ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ടാണ് ഇത് വെക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ വയ്ക്കുക. ചീത്ത വശത്തായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക, മൂവ് ആവാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്ക് നമ്മളെങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിൽ, ആ രീതിക്ക് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കട്ട് ചെയ്തെടുത്ത് സ്ലാഷസ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് മറിച്ചെടുക്കുക. നല്ല നീറ്റാക്കി മറിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അയൺ ചെയ്തിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. സൈഡുകളൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമ്മുടെ നെക്കിന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നല്ല നീറ്റാക്കി സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ സൈഡ് നമുക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക്
ഈ ഒരു നെക്ക് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.